റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ബസ് വന്ന് ഇടിച്ച് തൽക്ഷണം പറഞ്ഞാൽ മരിക്കുകയായിരുന്നു. പള്ളിയോട് ഒത്തിരിയേറെ ചേർന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ സൗമ്യ. എല്ലാ ദിവസവും രാവിലെ പള്ളിയിലുണ്ടാവും. അതുപോലെ വായനകൾ, മറ്റ് ദേവാലയ ക്രമീകരണങ്ങളൊക്കെ സിസ്റ്റർ ഏറ്റവും താല്പര്യത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇന്ന് സിസ്റ്റർ പിലാത്തറുള്ള ധ്യാനത്തിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനുള്ള സജ്ജീകരണം ചെയ്തുകൊണ്ട് രാവിലെ കുർബാനയെ സംബന്ധിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്ന ഒരവസരത്തിലാണ് സിസ്റ്ററിന് ഈ വലിയ അപകടം നേരിടുന്നത്. സൗമ്യ സിസ്റ്റർ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നതായി ഇടവക വികാരിയായ ഫാദർ ജോർജ് ആയല്ലൂർ പറയുന്നു. ഒത്തിരിയേറെ ആത്മീയ ചൈതന്യം ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ സൗമ്യ. ഇടവക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അത് പരിഹരിക്കുവാനായിട്ട് തന്നെ കഴിയുന്ന സഹായങ്ങൾ സിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ കുടുംബങ്ങൾ സന്ദർശിക്കുവാനും സിസ്റ്റർ പ്രത്യേകം താല്പര്യം എടുത്തിരുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ സിസ്റ്റർ അവിടെ ഓടിയെത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടവജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സജീവമായി പങ്കെടുത്തുകൊണ്ട് അവരുടെ ഒപ്പമുണ്ടായിരുന്നു സിസ്റ്റർ സൗമ്യ. അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥനാ സഹായം, മറ്റ് എന്ത് സഹായം ചെയ്യുന്നതിൽ വളരെ താല്പര്യം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇടവക്കാർ മാത്രമല്ല, ഇവിടെ എല്ലാ മറ്റുള്ള മതസ്ഥരായാലും അവരോടൊക്കെ സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും സഹോദരിമാരെ പോലെ കാണുന്ന നല്ലൊരു മനസ്സിനുടമയായിരുന്നു സിസ്റ്റർ സൗമ്യ. പള്ളിയോട് ഒത്തിരിയേറെ ചേർന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ സൗമ്യ. എല്ലാ ദിവസവും രാവിലെ പള്ളിയിലുണ്ടാവും. അതുപോലെ വായനകൾ, മറ്റ് ദേവാലയ ക്രമീകരണങ്ങളൊക്കെ സിസ്റ്റർ ഏറ്റവും താല്പര്യത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. അൾത്താര അലങ്കരിക്കുവാനായിട്ട്, പൂക്കൾ വയ്ക്കുവാനൊക്കെ ആയിട്ട് സിസ്റ്റർ ഒത്തിരിയേറെ താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. ഇന്ന് സിസ്റ്റർ പിലാത്തറുള്ള ധ്യാനത്തിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനുള്ള സജ്ജീകരണം ചെയ്തുകൊണ്ട് രാവിലെ കുർബാനയെ സംബന്ധിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്ന ഒരവസരത്തിലാണ് സിസ്റ്ററിന് ഈ വലിയ അപകടം നേരിടുന്നത്. ഒരുപക്ഷെ സിസ്റ്റർ ആഗ്രഹിച്ച പോലെ തൻ്റെ ഒരു തീർത്ഥാടനം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പള്ളിയോട് ചേർന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ ചേർത്ത് പിടിച്ചതുപോലെ ഇന്ന് സിസ്റ്റർ തൻ്റെ സ്വർഗീയ ഭവനത്തിൽ യാത്രയാവുകയാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അൾത്താര, അത് ഇന്ന് സിസ്റ്ററിൻ്റെ ശവമജ അലങ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ അനുഗ്രഹങ്ങൾ സിസ്റ്ററിനൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിസ്റ്റർ FSMA കോൺവെൻറ്റിലെ കോൺഗ്രേഷൻ അംഗമായിരുന്നു. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഏഞ്ചൽസ് എന്ന സന്യാസ സമൂഹത്തിൻ്റെ അംഗമായിരുന്നു. സിസ്റ്റർ ഇവിടുത്തെ സുപ്പീരിയറായിരുന്നു. സിസ്റ്റർ മരിച്ചു എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്, വലിയൊരു വേദനയായിട്ട്. സിസ്റ്റർ ഇവിടെ ഒരു വർഷമായിട്ട് സേവനം ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ പ്രവർത്തനവും സംസാരവും ഒക്കെ പേര് പോലെ തന്നെ വളരെ സൗമ്യത നിറഞ്ഞൊരു സിസ്റ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം സിസ്റ്ററിന് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതൊരു വലിയ ഷോക്കായിരുന്നു. സിസ്റ്ററിൻ്റെ മരിച്ചു എന്ന് പറയുമ്പോൾ ആർക്കും ഇതൊരു വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്ര സ്നേഹത്തോടു കൂടിയാണ് ഒരു അമ്മയെപ്പോലെ, ഒരു സഹോദരിയെ പോലെ എല്ലാവരും ഇടപഴകുകയും അവർ സംസാരിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. സിസ്റ്റർ ക്രിസ്തുകാലം മാത്രമാണ് ഇവിടെ സേവനം ചെയ്തതെങ്കിലും സിസ്റ്ററിൻ്റെ ഓർമ്മ വലിയ ഒരു പ്രചോദനമായിട്ട് ഇവിടെ മക്കളിൽ നിന്നും ഉണ്ടായിരിക്കും. സിസ്റ്ററിൻ്റെ ഈ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതുപോലെ സിസ്റ്ററിന് ആത്മശാന്തി നേരുകയും ചെയ്യുന്നു. സിസ്റ്റർ രാവിലെ പള്ളിയിലേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ബസ് വന്ന് ഇടിച്ച് തൽക്ഷണം പറഞ്ഞാൽ മരിക്കുകയായിരുന്നു. സിസ്റ്ററിനെ ആദ്യം ഞങ്ങൾ സഹകരണത്തിൽ കൊണ്ടുപോയി തളിപ്പറമ്പിലുള്ള, പിന്നീട് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിയാരത്ത്. സിസ്റ്റർ അവിടെ എത്തിയപ്പോഴും മരിച്ചു കഴിഞ്ഞിരുന്നു. സിസ്റ്ററിൻ്റെ ശവടക്ക ശുശ്രൂഷകൾ നാളെ വൈകുന്നേരം 3:30 പൂവം സിമിത്തേരിയിലാണ് നടത്തപ്പെടുക. കണ്ണൂർ രൂപതയുടെ അഭിയുന്ന പിതാവ് അലക്സ് വടക്കന്തര പിതാവായിരിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക.